11 വർഷത്തെ പിണക്കം ഒടുവിൽ അവസാനിച്ചു. മന്നം ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ പെരുന്നയിലെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് NSS നൽകിയത് ആവേശ സ്വീകരണം. പരസ്പരം പുകഴ്ത്തിയാണ് ചെന്നിത്തലയും G. സുകുമാരൻ നായരും തങ്ങളുടെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത്. മറ്റാരെക്കാളും ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യൻ ചെന്നിത്തലയാണെന്ന് G. സുകുമാരൻ നായർ. ചെന്നിത്തല NSSന്റെ പുത്രനാണെന്നും സമുദായ കുടുംബത്തെ മറക്കാത്തയാളെന്നും പുകഴ്ത്തൽ. ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സ്വന്തതയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്. അവർ കുടുംബം മറക്കാത്തവരായതുകൊണ്ടാണ് അവര് ആ രീതിയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നത്. രമേശ് ചെന്നിത്തല സംഘടനയിലെ ഒരാള് എന്നുള്ള നിലയിൽ ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലില്ല. ജന്മസ്ഥാനത്ത് നിന്നുകൊണ്ടാണ്. സുകുമാരൻ നായരെ മന്നത്ത് പത്മനാഭനുമായി ഉപമിച്ചായിരുന്നു ചെന്നിത്തലയുടെ ഉദ്ഘാടന പ്രസംഗം. തന്നെ 11 വർഷം മുൻപ് നായർ ബ്രാഞ്ചിലേക്ക് ചുരുക്കാൻ ശ്രമിച്ച NSSനെ കേരളത്തിലെ മതനിരപേക്ഷതയുടെ ബ്രാൻഡ് എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെന്നിത്തല. വർഗീയതയുടെ മഹാന്ധകാരം ചുറ്റും മൂടുമ്പോൾ NSS എന്ന മഹാപ്രസ്ഥാനം കത്തിച്ചു വെച്ച ഒരു നിലവിളക്ക് പോലെ ഈ വർഗീയതക്കെതിരെ പോരാടാൻ NSS നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത് അഭിമാനകരമാണ്. വർഗീയമായ അക്രമങ്ങളെ ചെറുക്കാനും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനും NSSും അതിൻ്റെ നേതൃത്വവും കാലാകാലങ്ങളായി നൽകി വരുന്ന സംഭാവനകളെ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സല്യൂട്ട് ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ചെന്നിത്തലയെ വീണ്ടും ചേർത്ത് പിടിക്കുന്നതിലൂടെ 1.5 വർഷത്തിനപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NSSന്റെ മനസ്സ് വ്യക്തമാണ്. പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ നേടാൻ NSS നേതൃത്വം സഹായിച്ചത് എടുത്തു പറഞ്ഞാണ് രമേശ് ചെന്നിത്തല തന്റെ പ്രസംഗം തുടങ്ങിയത്. മുഖ്യമന്ത്രി കസേരയിൽ അഡ്മിഷൻ നേടാൻ NSSന്റെ പിന്തുണ ചെന്നിത്തലയ്ക്ക് ഗുണമാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. പെരുന്നയിൽ നിന്ന് ഷിനോദ്, മാതൃഭൂമി ന്യൂസ്.